അയിലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ നെന്മാറ എം.എൽ.എ. കെ ബാബു, നെന്മാറ എസ്.ഐ. ആർ രാജേഷ് എന്നിവർ ചേർന്ന് നോട്ടീസ് പ്രകാശനം ചെയ്തു. അതുകൊണ്ട് ഈ വേലയും വെടിക്കെട്ടും പണ്ട് മുതലേ കാണുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. സ്വാഭാവികമായും അത്തരം ഒരു അവസ്ഥ നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് വല്ലാതെ നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുമല്ലേ? ഈ സംസ്ഥാനത്ത് എവിടെ വേല വെടിക്കെട്ട് നടന്നാലും ഈ വാട്സപ്പ് മെസ്സേജോ വാർത്തയോ വന്നാൽ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണം എന്താ പറയുക, എനിക്കിത് ഒരുപാട് വേലയും കുമ്മാട്ടിയും നടത്തി കൊടുക്കേണ്ടതാണ്. ഈ എൻ്റെ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ളത് 2 വർഷത്തിലൊരിക്കലാണ് ഒരു കുമ്മാട്ടി വരിക. എവിടെ? വടവന്നൂർ. ഒരു ഓലപ്പടക്കം പഠിക്കാൻ സമ്മതിക്കില്ല. നെന്മാറ അല്ലെങ്കിൽ മേൽ വന്നാൽ അവിടെ മറ്റേ എന്താ പറയുക, വെടിക്കെട്ട് പറമ്പി നിൽക്കാതിരിക്കാൻ പറ്റുമോ? നിൽക്കണ്ടേ? കഴിഞ്ഞ തവണ ഒരു പക്ഷേ ഓഫീസർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസിലിരിക്കുന്ന ജോലിയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയാണ് നമ്മുടെ SP നേരം പുലരുന്നത് വരെ ആ വെടിക്കെട്ട് കഴിയുന്നവരെ അവിടെ ഉണ്ട്. എന്താ പ്രശ്നം ഉണ്ടായി? നെന്മാറക്കാർ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വെടിവിട്ടിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് ന്യായമാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം തലേ ദിവസം രാത്രി വന്ന് നിൽക്കാൻ തുടങ്ങിയ ആളുകൾ ആ പറമ്പിൽ കിടക്കുന്നു, ആ മറ്റുള്ളിടങ്ങളിൽ കിടക്കുന്നു, വെടിക്കെട്ടിന് വേണ്ടി പുലർച്ചെ എഴുന്നേറ്റ് വരുന്നു. വന്നിങ്ങനെ ആളുകൾ നിന്ന് ഈ സമയം വൈകി 1.5 മണിക്കൂർ 2 മണിക്കൂർ വൈകിയുള്ള കുഴപ്പമെന്താ? വേല കമ്മിറ്റി പ്രസിഡന്റ് എ. അജിത് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി സുഭാഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് ടി. സദാനന്ദൻ നായർ, അയിലൂർ ശ്രീകുറുമ്പ ഭഗവതി ദേവസ്വം സെക്രട്ടറി കെ. രമേഷ് കുമാർ, അരീക്കോട് വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റ് M. ചന്ദ്രൻ, ശ്രീകുറുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് കെ. വിനോദ്, പുരാതന അയ്യപ്പൻകാവ് പ്രസിഡന്റ് സേതുമാധവൻ, പടിഞ്ഞാറേത്തറ അയ്യപ്പൻകാവ് പ്രസിഡന്റ് C. K. ഉണ്ണികൃഷ്ണൻ, ദേവസ്വം ട്രഷറർ എ. ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. വേല കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M. സുനിൽകുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു.